പുതിയ മുഖങ്ങൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ പുതിയ ആൾക്കാർ സ്ഥാനമേൽക്കുമ്പോഴൊക്കെ അതൊക്കെ കെ സിയുടെ അടുപ്പക്കാരായിരുന്നു. അതിപ്പോൾ കോൺഗ്രസ്സിൽ അങ്ങനെ അടുപ്പക്കാരല്ലാത്ത ലീഡറിൻ്റെ അടുപ്പക്കാരല്ലാത്ത ആരെയും ലീഡർ ഉള്ളത് ഇപ്പം പോട്ടെ CPM പിണറായി സഖാവിനോട് എതിർപ്പുള്ള എത്ര ആളുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പം പ്രതിവേട്ടൻ ഇപ്പം പിന്നെ വൈസ് സെക്രട്ടറി ആയിട്ടുണ്ട്. പണ്ടത്തെ പ്രതിവേട്ടനല്ല, ഇപ്പം VS ഇല്ല. പ്രതിവേട്ടൻ VSൻ്റെ ആളെന്ന് പൊതുവെ കോഴിക്കോട് അറിയപ്പെട്ടിരുന്ന ആളാണ്. പക്ഷെ ഇപ്പം VS ഇല്ല. മാത്രമല്ല പ്രതിവേട്ടൻ എന്ന അങ്ങനെ ഗ്രൂപ്പിൻ്റെ ആളൊന്നും ആയിരുന്നില്ല, പക്ഷെ അങ്ങനെ മുദ്രവത്തപ്പെട്ട ആളാണ്. അപ്പം പിണറായി സഖാവുമായിട്ട് ഈ പറയുന്ന എതിർപ്പുള്ള എത്ര ആളുകൾ ആ പാർട്ടിയുടെ ഏതെങ്കിലും സ്ഥാനാർത്ഥി അങ്ങനെ സ്ഥലത്തെത്തിയിട്ടുണ്ട്? ഇല്ല, പറ്റില്ല. എല്ലാ പാർട്ടിയിലും അങ്ങനെ തന്നെ. ഇപ്പം മോഡി അമിത്ഷാ ദ്വയവുമായിട്ട് ഒത്തുപോകാത്ത എത്ര ആളുകൾക്ക് അവിടെ എത്താൻ പറ്റും? ഇനി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയായിട്ട് എതിർപ്പുള്ള എത്ര ആൾക്ക് കോൺഗ്രസ് കയറാൻ പറ്റും? അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ലോക രാഷ്ട്രീയത്തിൽ അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ പേഴ്സണൽ സാധനങ്ങൾക്ക് ഒരു സ്പേസ്. ആ ഒരു കീ പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹവുമായി അല്ലെങ്കിൽ ആരാണെങ്കിലും ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ നേതാവുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർ വളർന്നു കയറും. അത് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ടാക്ടിക്കൽ ബുദ്ധി, അദ്ദേഹത്തിൻ്റെ എന്താണ് റിഫ്ലെക്സ്, അതായത് പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കാനുള്ള റിഫ്ലെക്സ്, ഇതൊക്കെ വളരെ സുപ്രധാനമാണ്. അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസ് ലാക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കുന്നത് നരസിംഹറാവുവിനോട് അവർ അനീതി കാണിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിനുശേഷം പ്രണബ് മുഖർജിയോട് അവർ അനീതി കാണിച്ചു എന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആ സമയം തൊട്ട് തുടങ്ങി അവരുടെ ആ ഒരു അധപ്പതനം. അങ്ങനെയല്ല, നമ്മൾ അത് ഒരു ഘടകമാണ്. അധപ്പതനം അവിടെ ഒന്നല്ല തുടങ്ങുന്നത്. അധപ്പതനം വെച്ചാൽ മുസ്ലിങ്ങൾ വളരെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഒരിക്കലും മുസ്ലിങ്ങൾ പറ്റിച്ചോട് കൂടിയിട്ടാണ്.